രണ്ടാം പിണറായി സർക്കാർ അവസാന വർഷത്തേക്ക് കടക്കുമ്പോൾ സർക്കാരിനെതിരെ സമരം ശക്തമാക്കി CPI തൊഴിലാളി സംഘടനകൾ. സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ AITUC നാളെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുമ്പോൾ സർവീസ് സംഘടനകൾ 22-ന് പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 8 വർഷമായി തുടരുന്ന പിണറായി സർക്കാരിന്റെ വ്യവസായ തൊഴിൽ നയങ്ങളോടുള്ള എതിർപ്പാണ് തെരഞ്ഞെടുപ്പ് വർഷത്തിൽ AITUCയെ സെക്രട്ടേറിയറ്റ് മാർച്ചിന് നിർബന്ധിതമാക്കിയത്. ഇടതു ഭരണകാലത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുന്ന അനുഭവമാണ് ഉള്ളത്. ഇക്കാലയളവിൽ അത് സംഭവിച്ചിട്ടില്ല എന്നാണ് AITUCയുടെ വിമർശനം. സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വലിയ പ്രതിസന്ധിയിലാണെന്നും അതുവഴി തൊഴിൽ നഷ്ടമുണ്ടായെന്നുമാണ് AITUCയുടെ വിമർശനം. സംസ്ഥാന സർക്കാരിനോടുള്ള അഭ്യർത്ഥനകൾ, ഡിമാൻഡുകൾ, നമ്മളുടെ ഡിമാൻഡുകളാണ് ഉന്നയിക്കുന്നത്. ഞങ്ങൾ വിവിധ മേഖലകളിലെ തൊഴിൽ, കൂലി, വേതനം, എഗ്രിമെൻറ്റുകൾ, ജോലി സമയം, സോഷ്യൽ സെക്യൂരിറ്റി തുടങ്ങി നിരന്തരമായി നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഡിമാൻഡുകൾ ഒന്നുകൂടി ക്രോഡീകരിച്ച് 1,00,000 പേരെ പങ്കെടുപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള AITUCയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ കേന്ദ്ര സർക്കാരിനെതിരെയും മുദ്രാവാക്യങ്ങളുണ്ട്. എന്നാൽ എതിർപ്പിന്റെ കാഠിന്യം അത്രയും സംസ്ഥാന സർക്കാരിന് നേരെയാണ്. CPIയുടെ സർവീസ് സംഘടനയും 22-ന് പണിമുടക്ക് പ്രഖ്യാപിച്ച് സർക്കാരിനെതിരെ സമരരംഗത്തുണ്ട്. അത് ഒരു ദിവസത്തെ പണിമുടക്കം സൂചന മാത്രം, മറ്റൊന്നുമില്ല. എല്ലാം അറിയാവുന്നവർ, ഇതെല്ലാം മനസ്സിലാക്കുന്നവർ കണ്ണടച്ചിരുട്ടാക്കിയാൽ അവരുടെ മുന്നിലേക്ക് വെളിച്ചത്തിന്റെ ദീപശിഖയുമായി, ആ പണിമുടക്കത്തിന്റെ വെളിച്ചത്തിന്റെ ദീപശിഖയുമായി നമുക്ക് എത്തണം. അന്ന് തന്നെ പ്രതിപക്ഷ സംഘടനകളും പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ സംഘടനകൾക്കൊപ്പം ഭരണാനുകൂല സംഘടനയായി AITUCയും ജോയിന്റ് കൗൺസിലും പ്രക്ഷോഭത്തിലിറങ്ങുന്നത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം.